ആദിവില തട്ടിപ്പ് കേസിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഇപ്പോൾ കേസിലെ പ്രധാന പ്രതി അനന്തു കൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താനും വസ്തുവകൾ കണ്ടുകെട്ടാനുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. എന്നാൽ അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. ടോട്ടൽ ഫോർ യു തട്ടിപ്പും ശബരിനാഥിനെയും മലയാളി വേഗം മറന്നു. സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും കവിതാ നായരും ബിന്ധ്യാസ് തോമസുമൊക്കെ കയറി നിരങ്ങിയിട്ടും മലയാളി പഠിച്ചില്ല. എന്നാ പിന്നെ അനുഭവിച്ചോ എന്ന കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ പേരാണ് അനന്തു കൃഷ്ണൻ. പരാതികൾ ഒന്നും രണ്ടുമല്ല, ഇതുവരെ വന്നത് 400-ൽ അധികമാണ്. FIR-കൾ തന്നെ 40-നോടടുത്തുണ്ട്. തുകയാകട്ടെ 1000 കോടിയോളം. വെറും 28 വയസ്സിനുള്ളിൽ അനന്തു കൃഷ്ണൻ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തുവെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. ക്രൈംബ്രാഞ്ചും ആ വഴിയിൽ തന്നെ. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേതടക്കം പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ പരിശോധിക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ, പ്രൊമോട്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഉള്ളവരുടെ വസ്തുവകകളും ആസ്തിയും കണ്ടുകെട്ടുന്നതിന് അധികാരമുള്ള ബഡ്സ് ആക്ട് ചുമത്തിയാകും അനന്തുവിനെതിരായ നടപടി തുടരുക. സംഗതി സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. എങ്ങനെയൊക്കെ കേസ് എഴുതിയാലും പ്രതിക്ക് വഴുതിപ്പോകാനുള്ള പഴുതുകൾ ധാരാളമുണ്ടാകും. ഉന്നതർ ആരോപണ വിധേയരായതിനാൽ തന്നെ സമ്മർദ്ദവും ഏറും. പരാതികൾ ഉണ്ട്, കുറേയധികം തെളിവുകളും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ കേസ് കോടതിയിൽ മാലപ്പടക്കം പോലെ കത്തിപ്പടരാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും വേണം. ഇതിനായി NGO ഭാരവാഹികളെ സാക്ഷികളാക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അനന്തു കൃഷ്ണന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിശദമായി പരിശോധിക്കും. സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ KN ആനന്ദ്കുമാറിലേക്ക് അന്വേഷണ സംഘം എപ്പോൾ എത്തും എന്നതാണ് സുപ്രധാന ചോദ്യം. തിടുക്കപ്പെട്ട് അറസ്റ്റുണ്ടാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും KN ആനന്ദ്കുമാറിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. വിശദമായ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും പൂർത്തിയാക്കിയാകും കടുത്ത നടപടി. ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ലഭ്യമാക്കാൻ ഇടനിലക്കാരായി നിന്ന ജനപ്രതിനിധികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതിന് നിലവിൽ തെളിവില്ലെന്നാണ് വിവരം. അതുകൊണ്ടാണ് ഇവരെ നിലവിൽ പ്രതി ചേർക്കേണ്ടെന്ന നിലപാടെടുത്തത്. കൂടുതൽ അന്വേഷണത്തിൽ തെളിവുകൾ ലഭിക്കുന്ന പക്ഷം നേതാക്കളും അഴിയണം. കേസ് രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ ഊഴം കാത്തിരിക്കുന്നുണ്ട്. ആടുതേക്ക് മാഞ്ചിയത്തിൽ ദക്ഷിണ വെച്ച് തുടങ്ങിയതാണ് മലയാളി. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ പുതിയ പുതിയ അവതാരങ്ങൾ മലയാളിയെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലല്ല, പലവട്ടം ചൂടുവെള്ളത്തിൽ വീണിട്ടും പഠിക്കുന്നില്ലല്ലോ പ്രബുദ്ധ മലയാളി എന്നുള്ളതാണ് കഷ്ടം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.